അപ്പം അറിയാം എല്ലാവർക്കും KVN ആയിട്ടുള്ള ഇഷ്യൂസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സത്യം പറഞ്ഞാൽ KVN ആയിട്ടൊന്നും നമുക്ക് ആരടുത്തും ഒരു ഹെയ്റ്റോ ഒരു സംഭവം ഒന്നുമില്ല. പക്ഷേ എല്ലാവർക്കും അറിയാം ചെറിയൊരു സിറ്റുവേഷൻ്റെ പുറത്ത് അത് പുറത്തേക്ക് നല്ലോണം ഡ്രാഗായി. സത്യം പറഞ്ഞാൽ ചെറിയൊരു മൈന്യൂട്ട് മിസ്റ്റേക്കാണ് അത് ഇങ്ങനെ പുറത്തേക്കൊക്കെ വൾഗറിലൊക്കെ ആയി വരുന്നുണ്ട്. അപ്പം ചെറിയൊരു എക്സ്പ്ലനേഷൻ തന്നിട്ട് പോകാം എന്ന് കരുതിയിട്ട് വന്നതും കൂടിയാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഇന്നത്തെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ട് KVA എന്ന് സംസാരിക്കാനുള്ളതിൻ്റെ റീസൺ, KVA കോട്ടർ എന്ന് പറഞ്ഞിട്ടൊരു പ്ലെയർ ഉണ്ട്, ഒരു തമിഴ് പ്ലെയറാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയറാണ്, കുഴപ്പമില്ലാത്തൊരു നല്ല പ്ലെയറാണ്, സിറ്റിയിലുള്ള നല്ലൊരു പ്ലെയറാണ്. അപ്പം പുള്ളിനെ നമ്മൾ MRGക്ക് റിക്രൂട്ട്മെൻറ്റ് ചോദിച്ചതിൻ്റെ പേരിലാണ് ഇപ്പോൾ കറൻ്റ്ലി KVN ആയിട്ട് ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ കറൻ്റ്ലി ഇന്നത്തെ വിഷയമാട്ടോ പറയണത്. ഇന്നലെ വരെ മറ്റേ മൈക്കിൻ്റെയും റാംബോൻ്റെയും കേസായിരുന്നു, അതിൻ്റെ തൊട്ട് മുമ്പ് മാലിക്കിൻ്റെ കേസായിരുന്നു, അതിൻ്റെ തൊട്ട് മുമ്പ് ഈ പറയുന്ന മാതിരി ഷമീർ എന്തോ ഒരു പെൺകുട്ടിനോട് സംസാരിച്ച് ബാഡായി എന്നുള്ള രീതിയിലുള്ളൊരു വിഷയമായിരുന്നു. അപ്പോൾ കറൻ്റ്ലി ഇപ്പം ഡെയിലി മിനിമം എന്തെങ്കിലും ഒരു സാധനം KVN ആയിട്ട് ഇഷ്യൂ വരുന്നുണ്ട്. അപ്പം അതിൽ നമ്മളെ ഓഡിയൻസിനോടൊക്കെയാണ് എനിക്ക് കാര്യമായിട്ട് പറയാനുള്ളത്, നമ്മൾ ഇതൊക്കെ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതിൻ്റെ പേരിൽ നടക്കുന്നതാണ്, മനസ്സിലായോ? അപ്പം ഇത് നമുക്ക് എങ്ങനെയും സോർട്ട് ഔട്ട് ചെയ്യണം. അല്ലാതെ ആരും KVNോട് ഹെയ്റ്റോ ഇതൊന്നും വെക്കേണ്ട ആവശ്യമില്ല, അത് നമുക്ക് സോർട്ട് ഔട്ട് ചെയ്യാം എന്താണെന്നുണ്ടെങ്കിലും. പിന്നെ ഇതിൽ ഇന്ന് ലൈവ് ഇട്ട് പറഞ്ഞതിൽ ഈ പറയുന്ന പോലെ പിന്നെ റാംബോനെ ഒരു കാര്യം പറഞ്ഞു. അത് ഇന്നലെ റാംബോ അതേമാതിരി തന്തക്ക് വിളിച്ചുകൊണ്ട് ഇന്ന് ഓരോ ലൈവ് കയറിയാണ് തന്തക്ക് വിളിച്ചു. അതിലെനിക്ക് പേഴ്സണലി ഒന്നും പറയാനില്ല, അത് തമ്മിൽ സംസാരിക്കുന്നതായിരിക്കും നല്ലത്. അത് ഇനി റാംബോൻ്റെതായ രീതിക്കായിരിക്കും മേ ബി റിയാക്ട് ചെയ്യുക, അതിലെനിക്കൊന്നും പറയാൻ പറ്റില്ല. എനിവേ എനിക്കതിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇന്ന് KVA ക്വാർട്ടറിനെ നമ്മൾ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഒരു കാര്യത്തിന് നമ്മൾ വിളിച്ചിരുന്നു. അഥവാ KVA ക്വാർട്ടർ കളി നിർത്തുകയാണ്, KVAന്ന് ഇറങ്ങുകയാണ്, അഥവാ മൊത്തത്തിൽ കളി നിർത്തുകയാണ്. ഓനെന്തോ കുറച്ച് ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെയോ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്, അതുകൊണ്ട് ഓൻ്റെ ബിസിനസ്സൊക്കെ ക്യാരി ചെയ്ത് പോകണം, ഓനൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ഓൻ പോവുകയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ നമ്മൾ KVA ക്വാർട്ടറിനെ നമ്മളെ MRGക്ക് വെൽക്കം ചെയ്തിരുന്നു. സത്യം പറഞ്ഞാൽ വെൽക്കം ചെയ്യട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് ബിലാൽ നമ്മളെ ഗ്യാങ്ങിലുള്ള ബിലാലാണ് സത്യം പറഞ്ഞാൽ സീരിയസ് ആയിട്ട് ഓപ്പണായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ബിലാലാണ് റിക്രൂട്ട്മെൻറ്റ് വിങ്ങൊക്കെ നോക്കുന്നത്. അഥവാ നല്ല പ്ലേയേഴ്സിനൊക്കെ കൊണ്ടുവന്ന് നമുക്ക് സജസ്റ്റ് ചെയ്യുന്നതൊക്കെ ബിലാലാണ് കാര്യമായിട്ട്. അതിൻ്റെ അപ്രൂവൽ ഞാനും മാക്കും കൂടിയും തീരുമാനിച്ചുകൊണ്ട് ഞാനും മാക്കും ഈ പറയുന്ന VCയിൽ വന്നിരുന്ന് സംസാരിച്ച് കാര്യങ്ങളൊക്കെ ഓക്കെ ആയി. നമുക്ക് ബോധ്യപ്പെട്ട് നമുക്ക് ഓക്കെയാണ് തോന്നുന്ന പ്ലേയേഴ്സിനാണ് നമ്മൾ സാധാരണ ഗ്യാങ്ങിൽ റിക്രൂട്ട്മെൻറ്റ് എടുക്കാറ്. അപ്പം ബിലാൽ ഇതേപോലെ സജസ്റ്റ് ചെയ്തൊരു പ്ലെയറാണ് കോട്ടറിൻ്റെ കേസിൽ നിന്ന് ഇങ്ങനെ സംസാരിച്ചു. അപ്പം കറൻ്റ്ലി ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഓനെ എടുക്കുക എന്ന് കരുതിയിരുന്നു. അപ്പം ഇത് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ബിലാലും കൂടി വേണം, അതായിരിക്കും നല്ലത്. ബിലാലിനും കൂടി കുറച്ച്, ഞാനും ബിലാലും മാത്രമാണ് സത്യം പറഞ്ഞാൽ ഇന്ന് ആ ഒരു സംഭവത്തിൽ ഇൻവോൾവ് ആയത്. അപ്പം അത് ഓനെ കൂടി വിളിച്ചിട്ട് VC വരാൻ പറയാം, VC വന്നിരുന്നിട്ട് സംസാരിക്കായിരിക്കും നല്ലത്. കുറേ ആൾക്കാരെ വിളിക്കുന്നില്ല, കാരണം എന്താ വെച്ചാൽ നമ്മളൊരു വലിയൊരു അത് പിന്നെ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞതിൻ്റെ പേരിൽ പിന്നെ പ്രശ്നങ്ങളാവും. അപ്പോൾ നമ്മളിത് മാക്സിമം സോർട്ട് ഔട്ട് ചെയ്യാനാണ് നോക്കുന്നത്, ഒരു ഇഷ്യൂക്ക് കൊണ്ടുപോകാൻ നമുക്ക് പേഴ്സണലി താല്പര്യമില്ല. ബിലാൽ എവിടെയാലോ VC ഉണ്ടോ? ഓക്കെ മല്ലു ഡോപ്പ് താങ്ക് യു ഫോർ ദ 40 rupees സൂപ്പർ ചാറ്റ്. പമ്പ് ഓപ്ഷന് ഇസ്മായിലിനെ കൂടെ കൂട്ടുന്നു. പമ്പ് ഓപ്ഷൻ ഞാൻ എടുക്കുന്നില്ലടാ, പമ്പ് വേസ്റ്റ് ഓഫ് മണിയാണ് സത്യം പറഞ്ഞാൽ. അത് പ്രോഫിറ്റ് ഇല്ല സത്യം പറഞ്ഞാൽ, ലോജിക്കലി പ്രോഫിറ്റ് ഇല്ലാത്തൊരു സംഭവം. അതുകൊണ്ട് ഞാനത് ഓപ്ഷൻ്റെ കേസ് അവിടെ നിൽക്കട്ടെ, നമുക്ക് കറൻ്റ്ലി വേറെ സിറ്റുവേഷൻസ് സോൾവ് ചെയ്യേണ്ട, അത് കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. ഓക്കെ, മാനേജേഴ്സ് VC എവിടെ? ഫാൻ ബോയ് ബിലാലെ ഹലോ. എടാ മൂഞ്ചല്ലേ നീ, ഷുട്ടൂൻ്റെ അണ്ടി. എടാ ഇന്നത്തെ സിറ്റുവേഷൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താ. ഒന്നാമത് ഞാൻ ലൈവ് ഇടാനാവില്ലാന്ന് കരുതി പനിച്ചിട്ട് വെച്ച നാളെ വരാന്ന് കരുതി നിന്നതേനെ. ഇന്നത്തെ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാല് വിളിക്കുന്നു കട്ട് ചെയ്തു. ഇന്നത്തെ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നുമില്ല, നമ്മളെ ഹെയ്റ്റ് ആയിട്ടുള്ള രീതിക്കോ അത് കോൺട്രവേഴ്സിക്കുള്ള രീതിക്കോ അല്ല. അത് നമ്മുടെ മൈൻഡ് സെറ്റ് ഞാൻ ഓഡിയൻസിന്റെ അടുത്ത് ഓപ്പൺ ആയിട്ട് പറയാം. നമ്മളിത് കോൺട്രവേഴ്സിക്ക് പോകാനല്ല, നമ്മുടെ ഈ ലൈവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈഡിലുള്ളത് എക്സ്പ്ലനേഷൻ എന്നുള്ള രീതിക്കാണ്
ആ രീതിക്കല്ല ചോദിക്കുക നമ്മള്. നമ്മുടെ അതെ ഇന്റൻഷൻ എന്ന് അതെ. പറഞ്ഞാൽ ഇഷ്യൂ സോൾവ് ആവണം. അപ്പൊ ഞാന് ക്വാർട്ടറിന്റെ ലൈവ് കണ്ടായിരുന്നു. അപ്പൊ ലാസ്റ്റ് ലൈവില് സൈനിങ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ലൈവ് ഇട്ടിട്ടുണ്ട് ക്വാർട്ടർ. ഉം. അപ്പോ ഞാൻ അവനെ വിളിച്ചു. ഞാനും ക്വാർട്ടറും ACT എന്ന് പറഞ്ഞ ഒരു ഗാങ്ങിൽ ഒരുമിച്ച് കളിച്ചിട്ടുള്ള. ഞാൻ ഉം. അവിടെ കോ ലീഡർ ആയിരുന്നു. ക്വാർട്ടർ അവിടെ മെമ്പർ ആയിരുന്നു. അപ്പൊ നമ്മൾ ഒരുമിച്ച് കളിച്ചിട്ട് നല്ല പരിചയമുള്ള പ്ലെയർ. അവൻ നല്ല അടിപൊളി മനുഷ്യനാണ്. കാരണം നല്ല ഒരു തമിഴ് പ്ലെയർ ആണെങ്കിൽ കൂടി നല്ല രീതിയിൽ മലയാളം സംസാരിക്കണം. കാരണം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടും നല്ല കംഫർട്ട് ആയിട്ടുള്ള ഒരു തമിഴ് പ്ലെയർ ആവാൻ. ഉം. അപ്പോ PvP ബേസിൽ നോക്കുമ്പോ ഇപ്പോ നല്ലൊരു ആഹ് ഒരു നല്ലൊരു അടിപൊളി പ്ലെയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്വാർട്ടർ ആണ്. അത് നിങ്ങൾ ലാസ്റ്റ് അവന്റെ ടർഫിലൊക്കെ പെർഫോമൻസ് കണ്ടാ അറിയാം. അപ്പൊ ഞാൻ അവനെ വിളിച്ചു. ക്വാർട്ടർ എന്താണ് RP എല്ലാം നിർത്താണ് കേട്ടല്ലോ. അപ്പൊ അവൻ പറഞ്ഞു അവൻ RP നിർത്താണ്. ആഹ് ഏ- എന്താ KVL ഓൾറെഡി അവൻ സംസാരിച്ചിട്ടുണ്ട് ലീവ് ചെയ്യാണെന്നുള്ളത്. ഉം. ആഹ് അതായത് സ്ലോട്ടിൽ നിന്ന് ഒഴിവാക്കും സൂണ്. അപ്പൊ അവന്റെ ബിസിനസ് കാര്യങ്ങളെല്ലാമായിട്ട് വേറൊരു പരിപാടിയിലോട്ട് മാറാണെന്ന് പറഞ്ഞു. ക്വാർട്ടറിന്റെ കേസ് ഞാനൊരു കാര്യം പറയാം സംസാരിക്കും. ബിലാലെ, ഇന്ന് ഇതിപ്പം ഒരു ലൈവ് ഇട്ടുകൊണ്ട് സംസാരിക്കാൻ വൺ ഓഫ് ദി റീസൺ ഞാൻ ചോദിച്ചതാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ സൈഡ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞുതരാം. ഞാൻ ഇതിൽ സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ റോളില്ല. അഥവാ ഈ ക്വാർട്ടർ എന്ന് പറയുന്ന വ്യക്തിനെ ഗെയിം ഈ പറയുന്ന RP കമ്മ്യൂണിറ്റിക്ക് കൊണ്ടുവന്ന തന്നെ ബിലാലാണ് എന്നുള്ളതാണ് ബിലാൽ പറഞ്ഞത് അല്ല, അല്ലേ? RP കമ്മ്യൂണിറ്റിയിലൊന്നും ഞാനല്ല. അല്ലേ? അവന് മറ്റേ എനിക്ക് മുന്നേ ഞാൻ ഒരുമിച്ച് കളിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ ആ, പറഞ്ഞത്. ഓക്കെ ഓക്കെ. അഥവാ ഓനാണ് ഇവന് പേഴ്സണലി നല്ല കോണ്ടാക്ട് ഉണ്ട്, മനസ്സിലായോ? ബിലാലിന് നല്ല കോണ്ടാക്ട് ഉള്ള പയ്യനാണ് ക്വാർട്ടർ. അപ്പോൾ ക്വാർട്ടറിനോട് സംസാരിക്കാനുള്ള ഒരു സ്പേസ് ബിലാലിനുണ്ട്. അതുകൊണ്ടാണ് ബിലാൽ ക്വാർട്ടറിനോട് സംസാരിച്ചത്. അപ്പോൾ അതന്നെ സംസാരിക്കാനുള്ള റീസൺ ഇതിൽ ഞാൻ ഓപ്പണായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, KVAന്ന് നമ്മൾ ആദ്യം കൊച്ചാപ്പി വന്നു, അത് കഴിഞ്ഞ് മാലിക് വന്നു. മാലിക് വന്ന സമയത്ത് ഈ പറയുന്ന പോലെ ഹിറ്റ്മാൻ, ഹോക്കി, വർക്കിച്ചൻ, പിന്നെ ആരാ, ഡ്രാഗൺ, പിന്നെ വേറെ ആരോ കൂടി ഉണ്ടായിരുന്നു, പേരെനിക്ക് ഓർമ്മയില്ല. എനിവേ ഇവര് സുമതി അമ്മായി. സുമതി, ഇവരൊക്കെ പാടെ വന്നുകാണ്ട് ചാറ്റ് എൻ്റെ DC വന്നുകാണ്ട് ഇരുന്നുകാണ്ട് ഞങ്ങൾ സംസാരിച്ചിരുന്നു. അഥവാ അതിൽ ഓരോ സമയം ഞാൻ അത് മുമ്പത്തെ ലൈവിൽ ഞാൻ പറഞ്ഞതാണ്. അഥവാ ഓർക്ക് ഈ പറയുന്ന പോലെ നമ്മളെ ഗ്യാങ്ങിൽ നിന്ന് ടാർഗറ്റ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകരുത് പ്ലേയേഴ്സിനെ, അത് നമുക്ക് ഭയങ്കര ബാഡാണെന്നുള്ള രീതിയിൽ ഓപ്പണായിട്ട് പറഞ്ഞു. അന്ന് ഞാൻ അവരോട് പറഞ്ഞതായിരുന്നു, ഇല്ല നമുക്ക് അങ്ങനെ നിങ്ങളെ ഗ്യാങ്ങിൽ നിന്ന് ടാർഗറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന പരിപാടി ഇല്ല, അത് നിങ്ങൾക്ക് മിസ്റ്റേക്കിൽ പറ്റിയതാണ്. കൊച്ചാപ്പിൻ്റെ കേസ് അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, കൊച്ചാപ്പിനെ നമ്മൾ PC സ്പോൺസർ ചെയ്തു, പിന്നെ ഈ പറയുന്ന പോലെ ഓനക്ക് എന്തോ റാം വാങ്ങിക്കൊടുത്തുന്നോ മദർ ബോർഡ് വാങ്ങിക്കൊടുത്തുന്നോ അങ്ങനെ എന്തൊക്കെ കൊടുത്തു എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടാണ് ഇവർ നമ്മളടുത്ത് ഇവർ കൊച്ചാപ്പി അങ്ങനെയാണ് KVAയിൽ നിന്ന് ഇറങ്ങിയത്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു ആദ്യം തന്നെ, MRC ഓർഗിൻ്റെ സൈഡിൽ നിന്ന് എന്തായാലും ചെയ്തു കൊടുത്തിട്ടില്ല, അത് രാജുഭായും ഫാൽക്കനും ആണ് കൊച്ചാപ്പിനെ സജസ്റ്റ് ചെയ്തത്. അപ്പം രാജുഭായും ഫാൽക്കനും ആണ് അത് സത്യം പറഞ്ഞാൽ ഓനക്ക് പേയ്മെൻറ്റ് കൊടുത്തുകൊണ്ട് അത് വാങ്ങിക്കൊടുത്തത്, അല്ലാതെ നമ്മളല്ല, മനസ്സിലായോ? ഈ സംഭവം ഞാൻ ഓരോട് പറഞ്ഞു. അത് കഴിഞ്ഞുകൊണ്ട് പിന്നെ മാലിക് വന്നു. മാലിക്കിനെ സത്യം പറഞ്ഞാൽ ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ തന്നെയാണ് സ്റ്റാർട്ടിങ്ങിൽ വിളിച്ചത്. അത് ഞാൻ ഒരു വട്ടം ലൈവിൽ പറഞ്ഞതുമാണ്. ഞാൻ വിളിച്ചിരുന്നു, മാലിക്കിനെ ഞാൻ വിളിച്ചിരുന്നു. അത് കഴിഞ്ഞുകൊണ്ട് മാലിക് പിന്നെ ഓൻ്റെ പേഴ്സണൽ ചോയ്സിലാണ് ഓൻ ഇങ്ങോട്ട് വന്നത് പോലും, അല്ലാതെ ഞാൻ ഓനെ നിർബന്ധിച്ച് വാടാന്ന് പറഞ്ഞ് വിളിച്ച് വരുത്തിയിട്ടില്ല. അതും ഓൻ്റെ പേഴ്സണൽ കഴിവും അത് ഓൻ്റെ കരിയറും പിന്നെ അതേപോലെ ഓൻ്റെ ഫ്യൂച്ചറും നോക്കിയിട്ട് മാത്രം വന്നതാണ് മാലിക്കും. അത് കഴിഞ്ഞപ്പോൾ ക്വാർട്ടറിൻ്റെ കേസിൽ ഇവരോട് ഞാൻ പറഞ്ഞതാണ്, നമ്മൾ KVAന്ന് ടാർഗറ്റ് ചെയ്ത് എടുക്കുന്നില്ല എന്നുള്ളത് പറഞ്ഞെങ്കിലും ബിലാൽ എന്നോട് വന്നുകൊണ്ട് പറഞ്ഞു, ബിലാൽ അഥവാ ഈ ക്വാർട്ടർ എന്തോ സൈനിങ് ഓഫ് ആണ്, ഓൻ കളി നിർത്തി പോവാണ് തോന്നുന്നുണ്ട്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓനൊന്ന് വിളിച്ചാലോ, നമുക്ക് കിട്ടാവുന്നതിൽ നല്ലൊരു റിക്രൂട്ട്മെൻ്റ് ആയിരിക്കും എന്നുള്ളത് ബിലാൽ പറഞ്ഞപ്പോൾ ആടെന്ന് നീ വിളിച്ചു നോക്ക്, നിനക്ക് അങ്ങനെ സ്പേസ് ഉണ്ട്, നിനക്ക് സംസാരിക്കാനുള്ള കമ്പനി ഉണ്ടെന്നുണ്ടെങ്കിൽ നീ സംസാരിച്ചോ എന്നാണ് ഞാൻ ബിലാലിനോട് പറഞ്ഞത്. അത് ബിലാൽ വിളിച്ചു. ഇപ്പം അവൻ വിളിച്ചപ്പോൾ അവന് വരാൻ നല്ല ആഗ്രഹം ഉണ്ട് എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ ഓൻ പറഞ്ഞത്. അല്ലടാ, ക്വാർട്ടർ അങ്ങനെയല്ലേ പറഞ്ഞത് നമ്മളോട്? അഥവാ ഓന് വരാൻ ആഗ്രഹമുണ്ട്, ഓന് കുറച്ച് ഫാമിലി ഇഷ്യൂസ് എല്ലാം ഉണ്ട്, അപ്പം ഓൻ്റെ ബിസിനസ് അല്ല, ഫാമിലി ഇഷ്യൂസ് ഒന്നും പറഞ്ഞില്ല. അഥവാ ഓന് എന്താ പറയാ ഇങ്ങനെ അവന് അവൻ്റെ ആഗ്രഹമുണ്ട്, ആ അവന് ആഗ്രഹമുണ്ട് നല്ല രീതിയിൽ. ബിസിനസ് റൺ ചെയ്യാ എന്തോ ഗ്യാപ്പ് എടുക്കുകയാണ്, ഈ പറയുന്ന പോലെ ഗെയിം നിർത്തുകയാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പം മോനോട് അവൻ നമ്മളിങ്ങനെ RP നിർത്താണ്, എൻ്റെ അടുത്ത് പറഞ്ഞതാണ് RP നിർത്താണ്, ഉം, അവൻ ബിസിനസ്സിലോട്ട് ഫോക്കസ് ചെയ്യാൻ പോവാ എന്നുള്ള രീതിക്കാണ് പറഞ്ഞത്. ഉം. അപ്പൊ അപ്പം ഞാൻ പറഞ്ഞു, ഇവിടെ നിനക്ക് RP കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ MRCയിലേക്ക് വരാം, നീ KVAന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ MRCക്ക് വരാം.
നമുക്ക് നല്ലൊരു ഫ്യൂച്ചർ, നിനക്ക് ഇവിടെ നല്ലൊരു ഫ്യൂച്ചർ ഉണ്ട്. അതായത് PvP നല്ലൊരു കളിക്കണ പയ്യനാ, PvP അടിപൊളിയായിട്ട് കളിക്കണ പയ്യനാ. അപ്പൊ അവന് നമ്മള് ത്രൂ ഒരു നല്ലൊരു ഫ്യൂച്ചർ CG കിട്ടുകയാണെങ്കിൽ സാത്താൻ കളി നിർത്തി പോവല്ലേ പിന്നെ എങ്ങനെയാണ് MRGക്ക് വരുന്നത് ബ്രോന്നോ? എടാ അതാണ് പറഞ്ഞത്. ഓന് ഞാനെടാ ബിലാലെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയണം, അല്ലാതെ അത് പറ്റൂല. അതുകൊണ്ട് വെച്ച് ഇങ്ങനെ മുറിച്ച് വെക്കല്ലേ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയണില്ല എന്നുണ്ടെങ്കിൽ എന്തോ ഇവരിങ്ങനെ ഇത് എന്തെങ്ങനെ ഗ്യാപ്പ് ഇട്ട് പറയണെന്ന് തോന്നും. അല്ല ഞാൻ അല്ല ആൻസർ ഞാൻ പറയാം. ഞാൻ അറിഞ്ഞത് വെച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയും. ഞാൻ അങ്ങനെ വെറുതെ നുണ പറയേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ സത്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് നമുക്ക് ഒന്നും നഷ്ടപ്പെടാനില്ല ബിലാലെ. സത്യം പറഞ്ഞു വെച്ചിട്ട് നമുക്ക് നഷ്ടപ്പെടാനില്ല. അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം. ഓ എങ്ങനെ തിരിച്ച് MRGക്ക് വരുന്നതോ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ KVN എന്ന് ഇറങ്ങണമെങ്കിൽ പിന്നെ എങ്ങനെ MRGക്ക് വരുന്നത് എന്നുള്ളത് ചോദിച്ചതുകൊണ്ട് പറയാണ്. ഓനക്ക് ഇവിടെ ഒരു ഫ്യൂച്ചർ ഉണ്ട്, ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്ന് കണ്ടിട്ട് തന്നെയാണ് ഓനക്കത് താല്പര്യം ഉണ്ടായിരുന്നു. സീരിയസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓന് MRG കയറാൻ താല്പര്യം ഉണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് തന്നെയാണ് ഓന് അവിടെ ചെന്ന് സംസാരിക്കുന്നത്. ഇത് ഓപ്പൺ ആയിട്ട് ഞാൻ പറയുമ്പില്ല, എനിക്കത് ഇനി പറയാതൊക്കെ പറ്റില്ല. കാരണം ഇത് വലിയ കോൺട്രവേഴ്സിക്ക് പോകും. കോൺട്രവേഴ്സിക്ക് പോകുന്നതിന് മുമ്പ് നമ്മളെ സൈഡ് ക്ലിയർ ആക്കില്ല എന്നുണ്ടെങ്കിൽ അത് എൻ്റെ നമുക്ക് MRGക്ക് അത് ഹെയ്റ്റ് വരും. അതുകൊണ്ട് അത് പറയാതൊക്കെ പറ്റില്ല. KVA ഉള്ള ആൾക്കാരും കൂടി ഇതിലുണ്ട് ചാറ്റിൽ. ഇത്ര ചാറ്റൊന്നും നമുക്ക് വരാറില്ലല്ലോ. അപ്പം KVA ഉള്ള ആൾക്കാരും കൂടി കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയണത്. ഈ പറയുന്ന ഓനക്ക് സത്യം പറഞ്ഞാൽ MRGയിൽ കളിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു. അത് ഓൻ ചെന്നാണ്ട് അവിടെ സംസാരിച്ചപ്പം ഈ പറഞ്ഞ പോലെ നമ്മൾ സാലറി ഓഫർ ചെയ്തു എന്നുള്ളത് പറഞ്ഞുകൊണ്ട് അവിടുന്ന് എനിക്ക് കോള് വന്നു. അതാരാ വിളിച്ചതെന്ന് ഞാൻ പറയണില്ല. ലൈവ് മ്യൂട്ട് ചെയ്യണോ? ഇല്ലല്ല, ഞാൻ ലൈവാ. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ മേക്കെ. അപ്പം എനിവേ നമ്മൾ ഓനെ വിളിച്ചു എന്നുള്ളത് സത്യമാണ്. അഥവാ ഓനെ വിളിക്കാനുള്ള റീസൺ ഓൻ ഗെയിമിൽ നിന്ന് നിർത്തി പോവാണ്, ഓൻ KVA നിന്ന് ഇറങ്ങി പോവാണ് എന്ന് പറഞ്ഞതുകൊണ്ട്, അല്ലാതെ KVAയിൽ നിൽക്കുന്ന ഒരു പ്ലെയറിനല്ല നമ്മൾ വിളിച്ചത്. ഓൻ ഇറങ്ങാണ് എന്നുള്ളത് അറിഞ്ഞതിൻ്റെ പുറത്ത് ബിലാൽ അതിനോട് വന്ന് പറഞ്ഞപ്പം അന്ന് വിളിച്ച് നോക്ക് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് അവിടെ ഉള്ള ഒരു 1-2 ആൾക്കാർ, എനിക്ക് അറിയുന്ന ആൾക്കാർ തന്നെ വിളിച്ച് കണ്ട് നിങ്ങൾ എന്താ പൈസ ഓഫർ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു. നമ്മൾ ആരോടും പൈസ ഓഫർ ചെയ്തിട്ടില്ല, മനസ്സിലായോ? അത് ഈ പറയണ ഇപ്പം ലാസ്റ്റ് എടുത്ത മാലിക്കിനാണെങ്കിലും ഓഫർ ഇല്ല. ഈ പറയണ എന്താടാ നമ്മൾ മറ്റേ കൊച്ചാപ്പിക്കാണെന്നുണ്ടെങ്കിലും മാലിക് ആർക്കും പൈസ കൊടുക്കുന്നില്ല, മനസ്സിലായോ? കാശ് കൊടുക്കുന്നില്ല ഇവിടെ. പ്രൂഫ് ഉണ്ട്. ഞാൻ നിങ്ങളോട് ഓപ്പൺ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മളടുത്ത് ഇത് പറഞ്ഞതിൻ്റെ വോയിസ് റെക്കോർഡ് ഉണ്ട്. പക്ഷെ ഞാനത് കാണിക്കാൻ നമുക്ക് താല്പര്യമില്ല. ആ വോയിസ് റെക്കോർഡിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ എടുത്തു വെച്ചതിൻ്റെ വോയിസ് റെക്കോർഡിൻ്റെ ടൈം ഫ്രെയിമും ലെങ്ത്തും ഉള്ള ഒരു വോയിസ് റെക്കോർഡ് ഞാൻ കാണിച്ചു തരാം. പക്ഷെ അത് ഞാൻ പ്ലേ ചെയ്യൂല. പ്ലേ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ പറയണ എന്താണോ അതാണ് എനിക്ക് അത്രേ ഞാൻ സത്യം പറയണുള്ളൂ. അല്ലാതെ അത് വിശ്വസിക്കുന്നവർക്ക് വേണമെന്നുണ്ടെങ്കിൽ വിശ്വസിക്കുക. അത് ഇവിടെ കൊണ്ടുവന്ന് ഇട്ടുകൊണ്ട് അത് പറഞ്ഞ ആളിനും അറിയാമല്ലോ. അഥവാ അത് ഇനി വേറൊരു കോൺട്രവേഴ്സിക്ക് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ അത് വേറെ രീതിക്ക് കൊണ്ടുപോകാനോ എനിക്ക് താല്പര്യമില്ല. കാരണം നമുക്ക് KVAനോട് പേഴ്സണലി ഒരു ഹെയ്റ്റോ ദേഷ്യമോ ഒന്നുമില്ല. KVA ഉള്ള എല്ലാവരോടും നമുക്ക് റെസ്പെക്ട് മാത്രമേ ഉള്ളൂ. നമ്മൾ KVAനോട് ഒരു കാര്യം പറഞ്ഞതേനു, നിങ്ങളെ പ്ലേയേഴ്സിനെ ടാർഗറ്റ് ചെയ്താണ് നമ്മൾ കൊണ്ടുപോകില്ല എന്നുള്ളത്. അതിൽ പറ്റിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, കോർണറിനെ വിളിക്കുന്നതിന് മുമ്പ് KVA ഉള്ള ആരോടും നമ്മൾ ചോദിച്ചില്ല. കാരണം അത് ചോദിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നിയില്ല. കാരണം ചോദിച്ചാൽ ഇവർ പറ്റൂല എന്ന് പറഞ്ഞാലോ എന്ന് പേടിച്ചിട്ടും കൂടിയാണ് സത്യം പറഞ്ഞാൽ ചോദിക്കഴിഞ്ഞത്. കാരണം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് നമുക്ക് ക്വാർട്ടർ. അതുകൊണ്ട് ക്വാർട്ടറിനെ ഞാൻ ഗ്യാങ്ങിൻ്റെ നല്ലതിന് വേണ്ടിയിട്ട്, എൻ്റെ ഗ്യാങ്ങിൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് ഇത് നടക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായതുകൊണ്ട് ഓരോട് ചോദിച്ചില്ല. സത്യതാണ്. അത് ക്വാർട്ടർ ഇറങ്ങുകയാണ്, KVA ഇറങ്ങുകയാണല്ലോ എന്നുള്ള രീതിയിലാണ് ഞാനത് വിളിച്ചത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും KVA നിൽക്കുന്ന ഒരു പ്ലെയറിനെ ഞാൻ വിളിച്ചിട്ടില്ല, മനസ്സിലായോ? അതുകൊണ്ട് ഓനെ വിളിച്ചു. ഓന് വരാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു. അത് പക്ഷേ ഓൻ അവിടെ പോയി പറഞ്ഞപ്പം ഓൽക്കത് വിടാൻ താല്പര്യമില്ല എന്നുള്ളത് ഓൻ ഇവിടെ വന്ന് നമ്മളടുത്ത് പറയുന്നതിന്റെ ക്ലിയർ കട്ട് വോയിസ് നമ്മളടുത്ത് ഉണ്ട്. അതെന്തെന്നെയാണെന്നുണ്ടെങ്കിലും ഇതില് നമുക്ക് എന്താ വെച്ചാൽ കുറെ വലിച്ചു നീട്ടി ഇതൊരു വലിയൊരു ഇതിക്ക് കൊണ്ടുപോകാൻ നമുക്ക് താല്പര്യമില്ല, മനസ്സിലായില്ലേ? ഇത് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് പാവം അത് അത് കാസ്ട്രോക്ക് ഇതിലൊന്നും അറിയാതെ പാവം ബലിയാടാവാൻ പോകുന്നത് കാസ്ട്രോ, മനസ്സിലായോ? കാസ്ട്രോ VCയിൽ പോലും ഇല്ല. കാസ്ട്രോക്ക് പേഴ്സണലി ഞങ്ങളൊക്കെ എനിക്കൊക്കെ ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ് കാസ്ട്രോ എന്ന് പറയുന്നത്. അതുകൊണ്ട് വെറുതെ ഈ മെമ്പേഴ്സ് എന്തെങ്കിലും പറഞ്ഞതിന്റെ പേരിൽ ആ കാസ്ട്രോ വെറുതെ ഓനായിട്ട് കൊടുക്കാൻ ഞങ്ങൾക്ക് പേഴ്സണലി താല്പര്യമില്ല. അതുകൊണ്ട് നമ്മളത് സംസാരിക്കാനും നമുക്ക് താല്പര്യമില്ല. ഇന്ന് ഇവർ ഹിറ്റ്മാൻ ഇവരൊക്കെ ലൈവ് ഇട്ടുകാണ്ട് ഒന്നാമത് ഇത് ഇങ്ങനെ സത്യം പറഞ്ഞാൽ അവരാധിക്കാൻ തന്നെ കാരണം അത് ഞാനത് റിക്രൂട്ട്മെന്റ് ബിലാലിനോട്, അഥവാ ബിലാലാണത് പറഞ്ഞത്, ഞാൻ ബിലാലിന്റെ മേത്തേക്ക് ഇടുന്നല്ല, അതാണ് എൻ്റെ സത്യം. ബിലാൽ ഇങ്ങനെ പറഞ്ഞു, ഓക്കെ എന്നാ വെച്ച് വിളിച്ചു നോക്ക് എന്നുള്ളൊരു സംഭവം. വിളിച്ചൂടാ
ഇല്ലല്ലേ? അഥവാ ഞമ്മള് വിളിച്ചൂടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓനക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വരാം, അത് ഓന്റെ ചോയ്സ് ആണ്, അത് അത്രേ ഉള്ളൂ. ഞാൻ എന്റെ ഗാങ്ങിന്റെ നല്ലതിന് വേണ്ടിട്ട് ഞാൻ ചെയ്തു, അത്രേ ഉള്ളൂ. അത് വെറുതെ അത് ശരിക്കും അവന് ഓൾറെഡി ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ആ പിന്നെ അവൻ കമ്മിറ്റ്മെന്റിന്റെ പുറത്താണ് കെവിൽ സ്റ്റേ ചെയ്യണത്. അവന് അതെ. അത്രയും കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു പ്ലെയർ അവൻ. ഞാനത് ഓപ്പൺ ആയിട്ട് എന്നോട് ബിലാലെ പറയണമെന്നുണ്ടെങ്കിൽ ഓൻ ആദ്യം എന്നോട് വന്ന് പറഞ്ഞത് ഓന് വരാൻ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത് വരാന്ന് പറഞ്ഞപ്പോൾ മോൻ അവിടെയുള്ള ആൾക്കാർ സമ്മതിക്കാത്തതിന്റെ അല്ലെങ്കിൽ അത് ഓർക്ക് താല്പര്യമില്ല, അവിടുന്ന് ഇറങ്ങണതിൽ താല്പര്യമില്ല എന്നുള്ളൊരു കാരണം കൊണ്ടാണ് ഓൻ വരാത്തത്. 1 മണിക്കൂറോളം സത്യം പറഞ്ഞാൽ ഓനൊരു ഫ്യൂച്ചർ നോക്കിയിട്ടോ അല്ലെങ്കിൽ ഓന്റെ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി നോക്കിയിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓനെ ഏറ്റവും ബെസ്റ്റ് സത്യം പറഞ്ഞാൽ ഓനെ MRG ആണെന്നുള്ളത് ഓനക്കും അറിയാം. അതൊന്ന് വരാൻ ആഗ്രഹമുണ്ട്. നെക്സ്റ്റ് ഡെസ്റ്റർ വന്നോ, നമ്മൾ അങ്ങനെയൊന്നും ഞമ്മക്ക് പോയാണ്ട് TV എന്നൊരു പ്ലെയറിനെ വിളിക്കേണ്ട ആവശ്യം, ഞാൻ അത് ഓപ്പൺ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ TV എന്നൊരു പ്ലെയറിനെ ഇവിടെ വന്ന് കളിക്കും എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ എന്ത് മണ്ടന്മാരാ? അത് നമുക്ക് പേഴ്സണലി അത്ര ബന്ധമില്ല. 35 പ്ലേയേഴ്സ് എനിക്ക് അത് TV എന്ന് പറയുന്ന ഒരു ഗ്യാങ്ങിനെ അത് ഈഗിൾ അങ്ങനെ ഉണ്ടാക്കി വെച്ചൊരു ഗ്യാങ്. അതിനൊന്നും ഒരാളും ഇവിടെ വരാൻ പോകുന്നില്ല, മനസ്സിലായോ? അത് നമ്മൾ വിളിച്ചാലും അത് ഒരു വരൂല, അത് അങ്ങനെയാണ്. അത് നമ്മൾ വിളിക്കത്തില്ലല്ലോ, വിളിക്കൂല, അത് വേറെ കാര്യം. നമ്മൾ മുമ്പേ ഇതുവരെയായിട്ട് പറയാനുള്ള റീസൺ എന്താന്ന് വെച്ചാല് അന്ന് ചാറ്റിൽ നമ്മൾ മണി പർച്ചേസിങ് ആണ് മറ്റേ പർച്ചേസിങ് ആണെന്ന് പറഞ്ഞതിന്റെ പേരിലാണ് നമ്മൾ അറിയാതെ ഇതേമാതിരി പറഞ്ഞത്. ഏത് പ്ലെയറും ആണെങ്കിൽ എവിടുന്നും വരാം, നിങ്ങളത് നോക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു സെൻസിൽ നോർമലൈസ് ചെയ്ത് പറഞ്ഞതാ. അത് കരുതിയിട്ട് TV എന്ന് ഇവിടെ പ്ലെയർ വരും എന്നുള്ളതല്ല. പിന്നെ കറന്റ് ഇത് ഇത്ര വൾഗറായി പോകാനുള്ള റീസൺ എന്താ വെച്ചാൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഡെയിലി KVN8 ഇഷ്യൂ പോയിക്കൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഒന്നിൻ്റെ മേലെ ഒന്ന് ഒക്കെ ആയിങ്ങാണ്ട് ഈ ലാസ്റ്റ് ക്വാർട്ടറിൻ്റെ കേസും കൂടി ആയപ്പം സംഭവം അവർക്ക് പൊട്ടിയതായിരിക്കും, മനസ്സിലായോ? ഞമ്മക്കും ഡെയിലി ഇതേമാതിരി വേറെ ഏതെങ്കിലും ഒരു ഗ്യാങ്ങിൻ്റെ ഇതേമാതിരി ഇങ്ങനെ ഡെയിലി ഓരോ ഇഷ്യൂസ് വരുമ്പോൾ ഞമ്മക്കും ഒബ്വിയസ്ലി പൊട്ടും, നമ്മളും ഇതേമാതിരി പറയും. പക്ഷേ പറഞ്ഞതിൽ സീരിയസ്ലി ഓപ്പൺ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ റാംബോനെ പറ്റി പറഞ്ഞത് ഭയങ്കര മോശമാണ്. അത് എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അതെ, അതും മോശമാണ്, മനസ്സിലായോ? പക്ഷെ ഇതിന്റെ ഒക്കെ മനസ്സിലാക്കേണ്ട എന്താ വെച്ചാൽ ഈ KVL മെമ്പേഴ്സ് മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യണതിന്റെ ഒക്കെ ആഫ്റ്റർ എഫക്ട് കാസ്ട്രോക്കും പിന്നെ ഈ ഹിറ്റ്മാനും അങ്ങനെ കുറച്ച് ലൈവ് ഇടുന്ന കുറച്ച് ആൾക്കാർക്കും മാത്രമേ ഇത് എഫക്റ്റ് ചെയ്യുള്ളൂ. അത് ഓര് നോക്കേണ്ട കാര്യമാണ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട മാറ്റർ ഇല്ല. അത് നമ്മളെ ലൈവില് നമ്മളതൊന്നും ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഓല കാര്യം. ഓലിഞ്ഞത് ഏത് രീതിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് കുഴപ്പമില്ല. നമ്മൾ ഓരായിട്ട് ഫ്രണ്ട്ലി ആയാണ്ട് മാത്രം പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഗ്യാങ് ആയിരുന്നു. അത് ഇനി ഓരോ സിറ്റുവേഷൻ എടുത്ത് അതുപോലെ അങ്ങനെ കൊണ്ടുപോകും. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഓരോ അടിക്കും എന്നുള്ള രീതിയിലാണ് ഒരു സിറ്റുവേഷൻ ആയിട്ട് കൊണ്ടുപോകുന്ന രീതിയിലാണ് പറഞ്ഞത്. വാട്ടവർ തോറ്റാലും ജയിച്ചാലും അത് നമ്മളേതായ രീതിയിൽ അത് നമ്മൾ നോക്കിക്കോളാം, കുഴപ്പമില്ല. അത് നമ്മൾ തോറ്റാലും നമുക്ക് പ്രശ്നമല്ല. ഓർക്ക് അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളത് കൊണ്ടുപോകും, കുഴപ്പമില്ല, അത് വിഷയമല്ല എന്താണെന്നുണ്ടെങ്കിലും. എനിവേ ഇതൊക്കെ ഉണ്ടാവാൻ വൺ ഓഫ് ദി റീസൺ ഞാനും ബിലാലും കൂടിയാണ്. ഇപ്പോൾ ആ മാക്ക് പോലും ഇതിൽ അറിഞ്ഞിട്ടില്ല. കാരണം മാക്ക് അറിയാത്തതിന്റെ റീസൺ മാക്കിന് അറിയാം ഓൾറെഡി ക്വാർട്ടറിനെ നമ്മൾ എടുക്കാൻ നോക്കുന്നുണ്ട് എന്നുള്ളത് മാക്കിന് അറിയാം. ഇന്ന് അത് ഓനെ എസ്പെഷ്യലി വിളിച്ച് ഒന്ന് പറയേണ്ട ആവശ്യം വരാത്ത എന്താ വെച്ചാൽ ഇത് നടക്കൂല എന്ന് അറിയില്ല. അതുകൊണ്ട് പിന്നെ ഓനെയും കൂടി ഇതിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കണ്ടെന്ന് കരുതിയിട്ട് ഓനോട് പറഞ്ഞില്ല, അത്രേ ഉള്ളൂ. റാംബോ ലൈവ് എന്ന് പറയുന്നത് എന്താ ഒരു പോയിന്റ് കൂടി ഉണ്ട്. നോക്കട്ടെ, റാംബോ ലൈവ് മണി പർച്ചേസ് എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. സ്ക്രീൻ ഷെയർ ചെയ്യോ? ഞാൻ ഷെയർ ചെയ്തേനെ നോക്കട്ടെ. ശരിക്കാ അതുകൂടി ഒന്ന് സംസാരിക്കട്ടെ. എന്നിട്ട് ക്വാർട്ടറിന്റെ കേസ് ഒന്ന് സോൾവ് ആക്കാം, മനസ്സിലായോ? എന്നിട്ട് നമ്മുടെ നിനക്ക് മാത്രം 100 തന്തേനെ ഉണ്ടാക്കി എനിക്ക് മടുത്തടാ. നീ എന്താ തന്തേനെ എന്താ ചെയ്യുന്നത്? നീ നിന്റെ തന്തേനെ പ്ലക്കി വിടുവാണോ? നീ നിന്റെ തന്തേനെ പ്ലക്കി വിടുവാണോ? നീ എന്താ ചെയ്യണേ? ഇതാണ് ഞാൻ പറഞ്ഞത്. അറ്റ് ദ എൻഡ് ഇതൊരു ടോക്സിക് കമ്മ്യൂണിറ്റിയാണ്. വെറുതെ ഒരു റമദാൻ മാസം വെറുതെ റമദാനൊക്കെ അത് ഇനിയിപ്പം ഇതിൽ ഞാൻ ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിംസിനെ കുറിച്ച് അങ്ങനെ റിലീജിയസ് കുറിച്ച് കയറ്റണമെന്നല്ല, അതൊന്നും അല്ല. എന്തെന്നാണെന്നുണ്ടെങ്കിലും ഇതൊരു ഗെയിമിന്റെ കേസിൽ വെറുതെ ഇങ്ങനെ അത് പുറത്തേക്ക് ഡ്രാഗ് ആക്കി അറ്റ് ദ എൻഡ് ഒരു ചെറുതായിട്ടൊന്ന് അടിച്ചതിന്റെ പേരിലാണ് ഇപ്പൊ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് വേണ്ട, ഇത് സംസാരിച്ചു ഇനി ഞാൻ പറഞ്ഞ അതെ. ഇനി ഇതിന്റെ മാക്സിമം നടക്കാൻ പോണ എന്താ ഏറ്റവും മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല അത് സിറ്റിക്കകത്ത് സിറ്റിന്റെ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ റാംബോ അവനെ തട്ടും അല്ലെങ്കിൽ മറ്റോ ബനെ തട്ടും. ഇതിന്റെ ലോസ് ആർക്കാ? അവനവന് മാത്രം. അഥവാ റാംബോന്റെ ഫാമിലിക്ക് മൈക്കിന്റെ ഫാമിലിക്ക് അന്ന് ഇത് എന്തെങ്കിലും തട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കുമെന്നല്ല ഞാൻ പറയണത്, മനസ്സിലായോ? ഇതിന്റെ എക്സ്ട്രീം അതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞല്ലോ. ഒരാൾ മരിച്ചാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ മാക്കെ. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിക്ക് എത്തിച്ചിട്ട് എന്താ അതുകൊണ്ട് കാര്യം? ഒരു ഗെയിമിന്റെ പേരിൽ ഇതിങ്ങനെ ഞാൻ അതുകൊണ്ടാണ് ഗൈസ് ഞാൻ ഒരു കാര്യം തുറന്നു പറയാലോ. ഇന്നലെ റാംബോ അത്രയും ചൂടായിട്ടിരുന്ന് VC സംസാരിച്ചപ്പോൾ ഷെയ്ക്ക് പോലും ഇല്ലായിരുന്നു അവിടെ.
ഞാൻ ആ സമയത്ത് അവിടെ ചെന്ന് മിണ്ടായിരുന്നിട്ട് ഞാൻ പറഞ്ഞു റാംബോ ഇത് ഗെയിമിന്റെ അകത്ത് സംഭവമാണ്, നമുക്ക് ഡ്രാഗ് ആക്കണ്ട പുറത്ത്, നമുക്കത് വേണ്ട, അകത്ത് സംസാരിച്ച് തീർക്കാം, എന്തായാലും അകത്ത് മതി. കാരണം എനിക്കിതറിയാം, ഞാൻ നിങ്ങളിപ്പൊ പറയും ഇപ്പൊ ഈ ഒരു വർഷം പോലും ആവുന്നില്ല, ഒരു വർഷം ആവുന്നല്ലേ ഉള്ളൂ, 7 മാസമല്ലേ ആവുന്നത്. ഞാനൊരു വർഷങ്ങളായിട്ട് ഈ RP കമ്മ്യൂണിറ്റി കാണുന്നതും അവരുടെയൊക്കെ കൂടെ നല്ലൊരു ബന്ധത്തിൽ കൊണ്ടുനടക്കുന്ന ആളുമാണ്, മനസ്സിലായി. ഞാൻ കളിക്കുന്നില്ല എന്നേ ഉള്ളൂ. എനിക്ക് ഈ കമ്മ്യൂണിറ്റിയുടെ ടോക്സിസിറ്റി എന്താണെന്നും അല്ലെങ്കിൽ ഈ കമ്മ്യൂണിറ്റിയുടെ ഇൻവോൾവ്മെന്റ് എന്തോരം ഗെയിമേഴ്സിന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ വ്യക്തമായിട്ട് അറിയുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ റാംബോ എടുത്ത് പറഞ്ഞത് ആവശ്യമില്ല, നമുക്കിത് ഡ്രാഗിങ് വേണ്ട, നമുക്കിത് പുറത്ത് സംസാരിക്കണം, നമുക്ക് അകത്ത് സംസാരിക്കാം. പക്ഷെ അവര് അതേ സെയിം സാധനം ഇൻ റിട്ടേൺ എനിക്ക് കിട്ടിയത് പേഴ്സണലി പറയാലോ, എനിക്കത് നല്ല രീതിക്ക് കൊണ്ടു. അവിടെ റാംബോനോട് കൂളാകാൻ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് പറഞ്ഞ കേക്കൂല. ഓന്റെ തന്തക്ക വിളിച്ചിക്കണത്, ഓനോട് എന്താ പറയാ, ആടാ എന്റെ തന്ത വിളിച്ചില്ല, നീ മിണ്ടാണ്ട് നീ മിണ്ടാക്കുക അറിയാൻ പറ്റുമോ? പറ്റൂല. നമ്മള് കേക്കോ ഇതൊക്കെ നമ്മളെ തന്തക്ക് വിളി കേൾക്കാതെയും ഓരോ തന്ത അങ്ങനെയൊക്കെ ഉണ്ടാവാതുള്ള സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാതിരിക്കുക, മനസ്സിലായോ? അതാണ് ഞാൻ പറയുന്നത്, അത്രേ ഉള്ളൂ. അത് ഇന്നലെ സംസാരിച്ച് തീർത്ത സാധനം പിന്നെയും ഡ്രാഗ് ചെയ്ത് എന്തിന് ഇന്ന് അവര് വീസിക്കാത്ത? ഓക്കെ, ഇന്ന് അവര് സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയത്തിൽ ഓൾറെഡി അവര് മാക്സിമം ഇങ്ങനെ ഇരുന്ന് സംസാരമുണ്ട്. ഓക്കെ, സംസാരിച്ചോട്ടെ, എന്തോ ആയിക്കോട്ടെ. അതിന്റെ ഇടയ്ക്ക് ഇന്നലെ സ്റ്റോറി ഇട്ടു അവൻ തിരിച്ച് അത് ഡിലീറ്റ് ചെയ്യിപ്പിച്ചെന്നൊക്കെ ഡ്രാഗൺ പറഞ്ഞ സ്ഥിതിക്ക് പിന്നെ എന്തിനാണ് ഇത് രണ്ടാമത് ഡ്രാഗ് ചെയ്തത്? എനിക്കറിയില്ല ഏത് രണ്ടാമതൊരു ഡ്രാഗ് ചെയ്യാനുള്ള കാരണം എന്താണ്. ക്വാർട്ടറിനെ ഇൻവൈറ്റ് ചെയ്തു എന്നുള്ളൊരു കേസിൽ അതിൽ എനിക്ക് 2 തന്തന്റെ വർത്താനം പറയുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പലരും പറഞ്ഞ് കേട്ടു. ഞാനത് പറഞ്ഞൊക്കെ ഞാനും കേട്ടു, ഞാൻ എന്നെ പറ്റിയാണ് പറഞ്ഞു എന്നാണ് കേട്ടത്. ഞാനത് കണ്ടിട്ടില്ല, അത് വാട്ടവർ. അതുകൊണ്ട് ഞാൻ എനിക്ക് അറിയാത്ത കാര്യം ഞാൻ വെറുതെ പറയണില്ല. ഞാൻ അമ്പി കളിച്ചു അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു എന്നാണ് പറയുന്നത്. എനിവേ വാട്ടവർ, അത് ഓർക്ക് തോന്നിയതാവാം. കാരണം ഇത് ഞാൻ എന്താന്നുള്ളത് ഇന്ന അറിയണോൽക്കേ മനസ്സിലാവുള്ളൂ, മനസ്സിലായില്ലേ? ഞാൻ അറിയാത്തൊരു വിഷയത്തിൽ വെറുതെ അത് വലിച്ചിട്ട് കണ്ട് ഇന്നെ അങ്ങനെ പറഞ്ഞാൽ അതിൽ എനിക്കൊന്നും ചെയ്യാനല്ല, മനസ്സിലായോ? ഞാനും ഇതേപോലെ ഇരുന്ന് കണ്ട് ഞാനിവിടെ തന്തക്ക് വിളിച്ചാണെന്ന് കരുതിക്കോ, ഞാനും ഓലുമായിട്ട് പിന്നെന്താ മാറ്റം? ഞാൻ അങ്ങനത്തെ ഒരാളല്ല, മനസ്സിലായോ? എനിക്ക് അതിന്റെ ആവശ്യമില്ല. വാട്ടവർ, ഇത് ക്വാർട്ടറിനെ ഇൻവൈറ്റ് ചെയ്തതിന്റെ പേരിലാണ് ഇപ്പോൾ അത് ചെയ്തിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ KVOനോട് മനസ്സിലാക്കാനാണ് പറയണത്. KVA പ്ലെയർ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ക്വാർട്ടറിനെ ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. ക്വാർട്ടർ ഇറങ്ങാണ് എന്നുള്ള ഒരു കാര്യം പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ അവിടെ പോയി ഇൻവൈറ്റ് ചെയ്തത്. എനിവേ നമ്മൾ പൈസ കൊടുക്കാന്ന് ഓഫർ ചെയ്തിട്ടില്ല. നമ്മൾ പൈസ അത് KVA ഉള്ള ആൾക്കാർ കേൾക്കാനാ പറയണത്. നമ്മൾ പൈസ കൊടുത്തു എന്ന് പറഞ്ഞതിന്റെ ക്വാർട്ടർ അവിടെ വന്നാണ്ട് എന്താ പറഞ്ഞെന്നുള്ളത് നമുക്കറിയില്ല. അഥവാ നമ്മൾ ക്വാർട്ടറിന് പൈസ ഓഫർ ചെയ്തിട്ടില്ല എന്നുള്ളതിന്റെ പ്രോപ്പർ റെക്കോർഡ് പ്രൂഫ് നമ്മളെ കയ്യിലുണ്ട്. അതാണെങ്കിൽ കാണിക്കാനും നമുക്ക് താല്പര്യമല്ല. കാരണം ഇത് ഇവിടെ തീരണം, മനസ്സിലായോ? നമ്മൾ അങ്ങനത്തെ ഒരു ആൾക്കാരല്ല. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാല് അഡ്വാൻസ് ആയിട്ട് പറയാണ്, ഇനി ഇത് എങ്ങനെ പോവാന്നുള്ളത് അറിയില്ല. അഥവാ ഈ പറയുന്ന KVAയിലുള്ള കുറച്ച് ആൾക്കാർ എൻ്റെ VCയിൽ വന്നിരുന്ന സമയത്ത് ഞാൻ ഡ്രാഗനോടുള്ള വിശ്വാസത്തിൻ്റെ പുറത്ത്, അഥവാ ഡ്രാഗനും ഞാനും എനിക്ക് ഭയങ്കര ഓപ്പണപ്പായിട്ട് സംസാരിക്കാൻ സ്പേസ് ഉള്ള ഒരാളാണ് ഡ്രാഗനോട് സംസാരിക്കാനുള്ളൊരു സ്പേസിൻ്റെ പുറത്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത് ഇവന്മാരെ റെക്കോർഡ് എടുത്തിരുന്നു. അത് ഇവർ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്ത് കണ്ട് ഒരു പ്രാവശ്യം പറഞ്ഞിരുന്നു. മാക്കിനറിയാം ഈ സംഭവം, മാക്കിനോട് ഞാൻ പറഞ്ഞതാണ്. അപ്പം ചിലപ്പോൾ നാളെ ഈ റെക്കോർഡൊക്കെ പുറത്ത് വന്നേക്കാം. വാട്ടവർ, നമ്മളത് വന്നാലും എനിക്കും മാക്കിനും അറിയാം ഇതെങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് ഗ്യാങ്ങിന്, മനസ്സിലായോ? ഇപ്പം ആരും അത് ശ്രദ്ധിക്കാനാണ്, അത് അറിയാൻ കൂടിയാണ് പറയുന്നത്. ഈ പറയുന്നതിൽ ഇനി നമുക്ക് പറയുന്ന കാസ്ട്രോ ഭാവം ഓനൊന്നും അറിയില്ല, ഓനെ വെറുതെ ഇതിൽ വലിച്ചിടാൻ നിൽക്കരുത്. MRC ഉള്ള ഓഡിയൻസിനാണ് ഞാൻ പറഞ്ഞത്. KVA ഉള്ള ഓഡിയൻസിന് എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമ്മളെ സൈഡിൽ നിന്ന് കാസ്ട്രോക്ക് ഒരു ഹെയ്റ്റ് പോകരുത്. അതാണ് എനിക്ക് നമ്മളെ അത്രേ ഉള്ളൂ. നമുക്കറിയാം ഇത് എങ്ങനെ കൊണ്ടുപോകണം, ഇത് ഏത് വഴിക്ക് കൊണ്ടുപോകണം, എപ്പോൾ ആരെ കൊണ്ടുവരണം, ആരെ കളയണം, എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, ആരെ തെറി വിളിക്കണം, ആരെ തെറി വിളിക്കേണ്ട, ആരടിക്കണ്ട എന്നൊക്കെ നല്ലോണം നമുക്കറിയാം. അല്ലാതെ നമ്മളെ ഇതിന്റെ ഇടയ്ക്ക് മറ്റേ കോലിട്ട് രണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്യാൻ ഇനിയും എന്തൊക്കെ വജ്രായുധം മറ്റേ പണിഞ്ഞ് ഷേപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടും കാര്യമില്ല. നമുക്ക് അങ്ങോട്ട് ബിഗ് വള്ളി എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണാവോ നോക്കട്ടെ. ഭയങ്കര ഞാൻ എന്തൊക്കെയോ കുറ്റം ചെയ്ത പോലെയാണ് ഇവര് ലൈവില് പറഞ്ഞത്, മനസ്സിലായി? ഞാൻ ക്വാർട്ടറിനെ ഇൻവൈറ്റ് ചെയ്തത് ക്വാർട്ടർ ഗാങ്ങിൽ നിന്ന് ഇറങ്ങാന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇൻവൈറ്റ് ചെയ്തത്. അത് ഞാൻ അവന്റെ അടുത്ത് ക്ലിയർ ആയിട്ട് പറഞ്ഞു, നിനക്ക് നല്ലൊരു ഭാവി ഇവിടെ ഉണ്ടാവും, മനസ്സിലായ? അതുകൊണ്ട് അല്ലാണ്ട് ഞാൻ ഇവനെ പൈസ ഓഫർ ചെയ്യേ, സാലറി ഓഫർ ചെയ്യേ, വീട് ഓഫർ ചെയ്യേ, കാർ ഓഫർ ചെയ്യേ. ഞാൻ ഒരു കാര്യം പറട്ടെ, അങ്ങനെ ഓഫർ ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ പണിയെടുത്ത് ഞാൻ ഇവിടെ ലൈവ് ഇട്ടിരിക്കുമല്ലേ? അങ്ങനെ ഇത്രയും പൈസ കിട്ടുന്ന ഞാൻ അതില് ബിലാലിന്റെ ഒരു സൈഡ് ഞാൻ പറഞ്ഞുതരാം. ബിലാൽ ഗ്യാങ്ങിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, മനസ്സിലായോ? ഞമ്മക്ക് ബിലാല് ചെയ്ത് തരുന്നത് ഇത് നമ്മളെ ഗ്യാങ്ങിന്റെ നല്ലതേ നമ്മൾ നോക്കണുള്ളൂ.
ഡേ 1 മുതല് അവന്റെ ജോലി ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് അവൻ ഈ ഫീൽഡ് വിസിറ്റിന് പോകുന്ന ആളാ. ഞാൻ ഉള്ള കാര്യം തുറന്നു പറയാലോ ശരിക്കേ. ഇവൻ ആ കാലം തൊട്ട് ഇവൻ ജോലി ഇരിക്കുന്ന സമയത്ത് രാവിലെ ജോലിക്ക് പോകുമ്പോൾ ചില സമയത്തൊക്കെ കുളിച്ചോണ്ടിരിക്കുമ്പോൾ ഞാൻ വിളിച്ചപ്പോൾ അവൻ കുളിക്കുന്നിടത്തൊന്നും ഇല്ല വിലാലെ. ഇവൻ രാവിലെ ഓഫീസിൽ ഇപ്പം കുളിക്കുന്നിടത്തുനിന്ന് ഇറങ്ങി വന്ന് തല ഓർത്താതെ ഫോൺ എടുത്തിട്ടുണ്ട് എൻ്റെ അടുത്ത് പല റിക്രൂട്ട്മെന്റ് കാര്യങ്ങളും ഗ്യാങ്ങിന്റെ ആയിട്ട് സംസാരിക്കാൻ വേണ്ടിട്ട്. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഇവന് ഞങ്ങൾ കാശ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവൻ എന്തിനാണ് കഷ്ടപ്പെട്ട് പണിക്ക് പോകുന്നത്? നമ്മുടെ ഗ്യാങ് കളിക്കുന്ന എത്ര പേര് പണിക്ക് പോകുന്നുണ്ട്? എത്ര പേര് പണിക്ക് പോകണമെന്നറിയോ? നിങ്ങൾ ഈ പറയുന്നുണ്ട് ഇപ്പൊ ഇന്നലെ വന്ന ബുള്ള് വരെ ബുള്ളായാലും അല്ല ഞാൻ പറയാം ഇപ്പൊ ജോലി എന്ന് പറയുന്നത് നമ്മൾ ഫുൾ ടൈം സ്ട്രീം ചെയ്യുന്ന അതിൽ എനിക്ക് തോന്നുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. സ്ട്രീമിങ് മാത്രമായിട്ടിരിക്കുന്ന ഞാൻ മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾക്കൊരു വ്യക്തത ഞാൻ തരാം. സ്ട്രീമിംഗ് മാത്രം ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരാൾ ഞാൻ മാത്രമേ ഉള്ളൂ. അത് എനിക്കറിയാതെ എങ്ങനെ കൊണ്ടുപോകണം, ഞാൻ എങ്ങനെ പിന്നെ ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ അതെല്ലാം എൻ്റെ ഇഷ്ടമാണ്. അത് ഞാൻ ജോലികളും കാര്യങ്ങളും അല്ലെങ്കിൽ ബാക്കി പ്രൊമോഷൻ അതെന്താ വെച്ചാൽ ഞാൻ ചെയ്തോളാം. അത് നിങ്ങൾ വിട്ടുതരും. ബാക്കി എല്ലാവരും അവരവരുടെ കാര്യങ്ങൾക്ക് അവരവരുടേതായ ഇതില് കുറെ ആൾക്കാരുണ്ടല്ലോ VC-ല് റാംബോന്റെ ഹോക്കിയാ അവരൊക്കെ എന്താ ഏത് VC-ലാ? റാംബോന്റെ VC-ലാ. റാംബോന്റെ VC ഇല്ലല്ലോ. എന്റെ ചക്കര തങ്കക്കുടമേ ചേട്ടൻ ഒന്ന് പോയി കേസ്റ്റർ ഒന്ന് വിളിച്ചിട്ട് വരട്ടെ. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഒരു മിനിറ്റ് റാംബോന്റെ VC-ല് ഈ പുണ്ടച്ചി മോനൊക്കെ എന്തിനാ അതില് കയറി അയ്യോ വാസ്കോ പോയോ? ഇവനെന്തിനാടാ ഇതില് കയറി ഇരിക്കണത് റക്കൻ? ഹലോ ഹലോ റാംബോ നീ കാസ്ട്രോ വാസ്കോജി എന്ന് പറഞ്ഞ കാസ്ട്രോ ആണോ? വാസ്കോ കാസ്ട്രോ ഒന്നല്ല. കാസ്ട്രോ വരലുണ്ടാവില്ലടാ. അവൻ ഇങ്ങനത്തെ കോൺട്രവേഴ്സി ഒന്നും പിടിക്കാതെ അവന്റെ കാര്യം മാത്രം നോക്കി പോണ ഒരു പാവാണ്. വെറുതെ ഒരു മിനിറ്റ് മുത്തേ എന്തായാലും സിറ്റിയിൽ നിന്നൊരു കാര്യം ചെയ്യാണ്ട് അത് കഴിഞ്ഞാൽ ഞാൻ പോകും. അല്ല കാസ്ട്രോ വാസ്കോജി എന്ന് പറഞ്ഞ കാസ്ട്രോയാ ആണോ? ആണോ? എനിക്ക് കേട്ടൂടാ. അല്ല ഞാൻ വിചാരിച്ചത് കാസ്ട്രോ ആയിരിക്കും. എന്ന് വിചാരിച്ചു. അല്ലേ അല്ല ചാറ്റ് മൊത്തം നോയ. പറ. അവിടെ പുണ്ട എന്താണ് എനിക്ക് ഓന്റെ VC-ൽ അവിടെ പോയി ഇരുന്നാണ്ട് എന്താ ഒളിഞ്ഞു വെക്കണ പണി? എനിക്ക് എന്ത് വെറുതെ അനക്ക് ഇതൊക്കെ ഒരു മുട്ടച്ചുകാണ് തോന്നിട്ടില്ലേ? ഇറങ്ങി പോടാ പുണ്ടായിരുന്നു അതിന് ഓന്റെ VC-ന്ന്. കരച്ചിലൊക്കെ ഇടുന്നുണ്ടല്ലോ. എന്ത് പറ്റി മൈക്കേ പറഞ്ഞപ്പോ മോന് വിഷമം വന്നാ അദ്ദേഹം എന്നൊക്കെ പറഞ്ഞ് KVL കുറെ കുണ്ണാളുകൂടെ ഒന്ന് കരയിട്ടിട്ടല്ല പോരാടാ. റാംബോയ്ക്ക് ഇതിലൊന്നും ഒരു കരച്ചിലും ഒരു കുണ്ണയില്ല. മനസ്സിലായ? അതാണ്ട റിവോൾവ് CLT ബെനിറ്റോ അഭിഷേക് റാംബോ ഏറ്റവും എക്സ്ട്രീം ലെവലിൽ പോവാടാ. നിങ്ങൾക്ക് അറിയാതുകൊണ്ട് റാംബോനെ പേഴ്സണലി അറിയണോണ്ട് പറയാം. റാംബോ എന്താ ചെയ്യാന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. ചിലപ്പോ നല്ല പൊട്ടും. അതാ ചിലപ്പോ കിട്ടും. അതാ എല്ലായിടത്തും പറഞ്ഞുതരാം. ആ ഗ്യാങ് ഹൗസിൽ എനിക്ക് ഏറ്റവും കൂടുതൽ തൊപ്പി കഴിഞ്ഞാൽ ബന്ധമുള്ളത് റാംബോ ആയിട്ടാ. ഉള്ള കാര്യം പറയാലോ. അവന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അവന് ഓനോടൊക്കെ പറയുന്നതിന് മുമ്പ് നല്ല ആലോചിച്ചിട്ട് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ മോനെ ഞാൻ പറഞ്ഞത് നാളെ പേരന്റെ മുമ്പിൽ വന്നുകൊണ്ട് നിൽക്കും. അത് റാംബോൻ അറിയുന്നോണ്ട് നിൽക്കും. അവൻ അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. അവൻ അങ്ങനെയാണ്. എനിക്ക് നല്ലോണം അറിയാം റാംബോനെ. അവൻ അതുകൊണ്ടാണ് ഈ ഇന്നലെ ലൈവ് ഇടുന്നതിന് മുന്നേ എന്നെ വിളിച്ച് ഷെയ്ക്കേ. അവൻ എന്നെ വിളിച്ചപ്പോ പോലും ഞാൻ അവനടുത്ത് പറഞ്ഞു. എന്നിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു. അവനത് കേട്ട് ഷെയ്ക്കേ. അല്ല ഇതില് നമുക്ക് റാംബോന്റെ കൂടെ നിൽക്കാതെ പറ്റൂല. മനസ്സിലായോ? കാരണം ഒരിക്കലും ഇല്ല. ഞാൻ ചത്ത് നിൽക്കും അവന്റെ കൂടെ. അവൻ പറയട്ടെ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന ഒരു അക്ഷരം ഒരു അടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലായിരുന്നു അവൻ. പിന്നെ അവൻ ഇത് കേൾക്കണമെന്നുണ്ട്. കേൾക്കേണ്ട വരുവാണെങ്കിൽ അത് പിന്നെ നമ്മളൊന്നും ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല ശരിക്കും. ഞാൻ പറയുന്നില്ല. ഇത് പിന്നെ വേറൊരാൾ വിളിച്ചിട്ട് ഇപ്പൊ എന്നെ തെറി വിളിക്കും. ഉറപ്പല്ലേ? എനിക്കും കിട്ടും, രണ്ടാൾക്കും കിട്ടും. ഒന്നും പറഞ്ഞിട്ടല്ല. ഇത് വെറുതെ കാസ്ട്രോനെ പറയിപ്പിക്കണം. നീ അതവിടെ ഇല്ലല്ലേ? എന്താ KVL തീട്ടം നല്ല പച്ച തീട്ടം മണക്കണല്ല. ചാറ്റ് മൊത്തം നല്ല പച്ച തീട്ടം മണക്കണല്ല. ഞാൻ ഒരു കാര്യം പറയാം. എനിക്കൊരു പ്രശ്നമില്ല. ഞാൻ വീണ്ടും റിപ്പീറ്റ്
ഇതില് ഈ യൂണിവേഴ്സിൽ ഞാനില്ല കേട്ടാ മേക്ക. ഇല്ല ഇതിൽ നമ്മളിടണ്ട റാംബോനെ വിളിച്ച കേസാ അത് അല്ലാതെ. അതെ അവര് തമ്മിൽ ഇടപെട്ടത്. എനിക്കൊരു കൺസേണേ ഉള്ളൂ, കാസ്ട്രോനെ വെറുതെ ഡ്രാഗ് ചെയ്യണ്ടായിരുന്നു, ഓൻ ഇതിലില്ല. ഇല്ല നമ്മളാരും പറഞ്ഞില്ല. അല്ല ഇന്ന് പോലെ അത് അവരധികം കാരണം ഒന്നാമത് ഞാനും ബിലാലും ഇപ്പൊ നമ്മളെ റിക്രൂട്ട് വിളിച്ചതിന്റെ പേരിലല്ലേ, അതിപ്പം ഓൽക്ക് അതിന്റെ ഒരു റിപ്ലൈ നമ്മൾ എക്സ്പ്ലനേഷൻ നമ്മള് കൊടുത്തിട്ട് ക്ലിയർ കട്ട് ആയിട്ട് എല്ലാരും നമ്മൾ പറയാനുള്ള നമ്മൾ പറഞ്ഞു അത്രേ ഉള്ളൂ.